നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുൻ ഗവർണർ സർക്കാരുമായി കൂടുതലും ഏറ്റുമുട്ടിയത് സർവകലാശാല വിസിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടായിരുന്നു. വലിയ രീതിയിലുള്ള പോർമുഖമായിരുന്നു ഈ വിഷയത്തിൽ തുറക്കപ്പെട്ടത്. ഗവർണർ സർക്കാർ പോരിന് പുതിയ വാതായനങ്ങൾ അല്ലെങ്കിൽ പുതിയ മേഖലകൾ തുറന്നിട്ട ഒരു മേഖല കൂടിയായിരുന്നു സർവകലാശാല. അവിടുത്തെ ആ പോര് സർവകലാശാല വിസി നിയമനങ്ങളെ ചൊല്ലിയുള്ള ഗവർണർ സർക്കാർ പോരുകൾ അതിരൂക്ഷമായിരുന്നു. അതിന്റെ രൂക്ഷത എത്രത്തോളമാണ് എന്നത് നമ്മൾ കണ്ട കാഴ്ചയാണ്. ഇപ്പോൾ ഇതാ ചാൻസലർ സ്ഥാനത്ത് പുതിയ ഗവർണർ കൂടെ എത്തിയിരിക്കുന്നു. ഇതിനിടയിലാണ് നിർണായകമായ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് UGC. സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിൽ പുതിയ വ്യവസ്ഥകളുമായി UGC രംഗത്ത്. സർക്കാരിന് തിരിച്ചടിയായേക്കാവുന്ന മാറ്റങ്ങളാണ് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. ചാൻസലറുടെയും സർക്കാരിന്റെയും UGCയുടെയും പ്രതിനിധികളായി 3 പേരുള്ള സെർച്ച് കമ്മിറ്റിയാണ് കേരള, MG, കാലിക്കറ്റ് സർവകലാശാലകളിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇതിൽ ചാൻസലർക്ക് മേൽക്കൈ ഉണ്ടെന്ന വിലയിരുത്തലിൽ 5 അംഗ സമിതിക്കായി ലെജിസ്ലേറ്റീവ് അസംബ്ലി നിയമം പാസാക്കിയിരുന്നു. ഇതിന് രാഷ്ട്രപതിയുടെ അനുമതി കിട്ടിയിട്ടില്ല. എന്തായാലും സർക്കാരിന് തിരിച്ചടിയാവുന്ന തരത്തിലുള്ള ചില നിർദ്ദേശങ്ങൾ തന്നെയാണ് UGC ഇപ്പോൾ പുതുതായിട്ട് വിജ്ഞാപനം ഇറക്കി പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്തായാലും വൈസ് ചാൻസലർക്ക് കൂടുതൽ അധികാരം നൽകുന്ന നിയമത്തിന്റെ കരട് UGC വിജ്ഞാപനം ചെയ്തു. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. UGC പുതിയ കരട് ചട്ടം പുറത്തിറക്കിയിരിക്കുന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു കരട് കേന്ദ്ര സംസ്ഥാന സർവകലാശാലകൾക്ക് പുതിയ ചട്ടം വളരെയധികം ബാധകമാണ്. ചട്ടപ്രകാരമല്ലാതെ നടക്കുന്ന വൈസ് ചാൻസലർ നിയമനങ്ങൾ അസാധുവാക്കപ്പെടും. വൈസ് ചാൻസലർ നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി അധ്യക്ഷനെ നിയോഗിക്കുന്നതും ചാൻസലർ ആയിരിക്കും. 3-5 പേരിൽ നിന്ന് ഒരാളെ ചാൻസലർക്ക് VC-ആയി നിയമിക്കാം. പുനർനിയമനത്തിനും അനുമതിയുണ്ട്. അക്കാദമിക പരിചയമില്ലാത്തവരെയും ഇനി സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരാക്കാമെന്ന് UGC മാർഗരേഖ. വ്യവസായം, പൊതുഭരണം, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നീ രംഗങ്ങളിലെ ഉന്നതരെ VC-മാരാക്കാം. അധ്യാപന പരിചയം നിർബന്ധമില്ല. മാനദണ്ഡമായി പറഞ്ഞിരിക്കുന്നത് അതത് മേഖലകളിൽ പ്രാഗൽഭ്യവും പാണ്ഡിത്യവും തെളിയിച്ചിരിക്കണം എന്ന് മാത്രമാണ്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പ്രൊഫസറായോ ഗവേഷണ അക്കാദമിക് ഭരണ നിർവഹണ സ്ഥാപനത്തിലെ ഉന്നതനായോ 10 വർഷത്തെ പരിചയ സമ്പത്തുള്ളവരെ VC-മാരായി പരിഗണിക്കാവുന്നതാണ്. 10 വർഷത്തെ അനുഭവ സമ്പത്ത് മാത്രം അടിസ്ഥാനമാക്കി അക്കാദമിക് മേഖലയ്ക്ക് പുറത്തുള്ളവരെ നിയമിക്കാനും വ്യവസ്ഥയുണ്ട്. അക്കാദമിക് മേഖലയ്ക്ക് പുറത്തുള്ളവരെ കോളേജ് അധ്യാപകരാക്കാനും ശുപാർശ ചെയ്തിട്ടുണ്ട്. ഇതിനായി വിദഗ്ധരെ നിയമിക്കാവുന്ന പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് നടപ്പാക്കാമെന്നാണ് നിർദ്ദേശം. വിദഗ്ധർ, പ്രൊഫഷണലുകൾ, വ്യവസായികൾ എന്നിവരെയൊക്കെ അധ്യാപകരാക്കാം. അനുവദിക്കപ്പെട്ട തസ്തികയിൽ 10% വരെ ഇത്തരത്തിലുള്ള നിയമനം നടത്താം. ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് UGC മുന്നോട്ട് വച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ചാൻസലർക്ക് വലിയ രീതിയിലുള്ള അധികാരം നൽകുന്ന പുതിയ മാർഗനിർദ്ദേശങ്ങൾ. അതേസമയം കഴിഞ്ഞ ദിവസം സർവകലാശാല വൈസ് ചാൻസലർമാരുമായി കൂടിക്കാഴ്ച നടത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. എല്ലാ VC-മാരും എത്തിയിരുന്നില്ല. സാങ്കേതിക സർവകലാശാല, സംസ്കൃത സർവകലാശാലകളെ രജിസ്ട്രാർമാരായിരുന്നു VC-മാർക്ക് പകരം കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തത്. ഹയർ എഡ്യൂക്കേഷൻ മേഖലയിലെ പ്രധാന പ്രശ്നങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. ഗവർണർ നിർണായകമായ നിർദ്ദേശങ്ങൾ VC-മാർക്ക് നൽകി. രാജ്യാന്തര നിലവാരത്തിലുള്ള കോഴ്സുകൾ തുടങ്ങണം. സർവകലാശാല ക്യാമ്പസുകൾ മികച്ച അക്കാദമിക് നിലവാരം പുലർത്തുന്ന തരത്തിൽ പ്രവർത്തിക്കണം. എല്ലാ സർവകലാശാല ക്യാമ്പസുകളിലും താമസിച്ച് കുട്ടികളുമായും അധ്യാപകരുമായും സംവദിക്കും. സെനറ്റ്, സിൻഡിക്കേറ്റ് അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തും. സൗകര്യപ്രദമായ സെനറ്റ് യോഗങ്ങൾ നേരിട്ട് പങ്കെടുക്കും എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് ഗവർണർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.